ലോസ് ആഞ്ചൽസിൽ വീണ്ടും പടർന്ന കാട്ടുതീ മണിക്കൂറുകൾക്കുള്ളിൽ 10,000-ഓളം ഏക്കറിലധികം വ്യാപിച്ചു. ഏതാണ്ട് 9,400 ഏക്കർ ഭൂമിയാണ് കത്തിനശിച്ചത്. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും തീ കൂടുതൽ വ്യാപിക്കാൻ കാരണമാകുന്നു. ലോസ് ആഞ്ചൽസിന് ഏകദേശം 56 കിലോമീറ്റർ വടക്ക് സാന്താക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള 31,000 ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. ആദ്യം ജനുവരി 7-നാണ് ലോസ് ആഞ്ചൽസിൽ കാട്ടുതീയുണ്ടായതും പടർന്നു പിടിച്ചതും. തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത്. 23,448 ഏക്കർ ഭൂമിയാണ് കത്തിനശിച്ചത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. വീടുകൾ കത്തിയമർന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. ഹോളിവുഡ് നടന്മാരുടേതടക്കം 1000-ലധികം കെട്ടിടങ്ങളാണ് കത്തിനശിച്ചത്. ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിന് വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച തീപിടുത്തം 14,000-ലധികം ഏക്കറിൽ വ്യാപിച്ചു. 5,000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. 14,021 ഏക്കറോളം കത്തി നശിച്ചതിന് ശേഷം ഈറ്റൻ തീപിടുത്തം 91% നിയന്ത്രിക്കാൻ രക്ഷാപ്രവർത്തകർക്കായി. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.